ഉദാഹരണം പറയാം. വാട്ട് ആർ ദ എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് ഇസ്ലാം? അപ്പൊ വഖഫ് ബോർഡ് വഖഫ് അതിൽ പെട്ടതല്ല. ഞാൻ ഉടനെ തന്നെ എൻ്റെ ഇവിടെ ഒരു ഗുരു ഉണ്ട്, അത് ഗുരുവിലൂടെ ഞാൻ ടീപ്പിലെത്തി. അത് മജീദ് സലാഹിയാണ്. മജീദ് സലാഹിയെ വിളിച്ച് ചോദിച്ചാൽ എസെൻഷ്യൽ പ്രാക്ടീസസ് ഓഫ് ഇസ്ലാം ഡസ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഫോർ യു ഓൾസോ. So circumcision is not an essential practice of Islam. Waqf is not an essential practice. This is what they are saying. You understand? So my question is do other religions have essential practices? Tell me which one religion which has got essential practices. No religion is founded on the basis of essential practices. There are other things also. For example, we have the hadith, we have got sunnah, we have got fiqh, so many things we have. Like that, other religions have got different. So the point should be that only Islam should not be put on the top. You put Islam on the top, put some funny question, and you put a person on the other side. Especially you put an ex-Muslim on the other side. Ex-Muslimകളെ വിളിച്ചിട്ട് അപ്പുറത്തിരുത്തിയിട്ട് നമ്മളെ മണ്ടന്മാരാക്കുന്ന പരിപാടികളായിട്ട് നടക്കുന്നു. അവരുടെ പേരൊക്കെ ഞാൻ പറയാം, എനിക്കറിയാം. ഞാൻ ഒരാളെ ഞാൻ ഗെറ്റ് ഔട്ട് അടിച്ചു ഒരു ചാനൽ ചർച്ചയ്ക്ക് നമ്മൾ കണ്ടു കാണും. മാതൃഭൂമിയിൽ ചുമ്മാ ഗെറ്റ് ഔട്ട്, ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചില്ല നമുക്ക്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉള്ളപ്പോ വളരെ നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ അതിൽ ഞാൻ KNM അഭിനന്ദിക്കുകയാണ്. കാരണം ഈ വേണ്ടാത്ത ചർച്ചകളിലൊക്കെ ഒന്നും KNM പ്രവർത്തകർ അധികം പോകാറില്ല. സത്യമായിട്ട് ഞാൻ പറയാം. വേറെ ചിലർക്ക് ഇതിൽ പോയി എന്നല്ല, അല്ലാത്തവർക്ക് പോയിട്ട് വേണം അവർക്ക് പ്രാമുഖ്യം കിട്ടാനെന്നുള്ള നിലക്ക് അവിടെ പോയിട്ട് ഷഹീദാവണം. എന്ത് ഷഹീദ് എന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷഹീദല്ല കേട്ടോ, വേറെ തരത്തിലുള്ള ഷഹീദാണ്. അപ്പൊ ആ നിലക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിയാണ് ഇന്നത്തെ മീറ്റിംഗിൽ എൻ്റെ വല്യപ്പ കൊച്ചുമൊയ്തീനാജി, അദ്ദേഹത്തിന്റെ സഹോദരൻ മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദാജി. അതിൽ ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയാം. ദയവേത് നിങ്ങൾ എൻ്റെ പിതാവ് PK അബ്ദുൽ ഗഫൂറിനും കൂടെ അതിൽ പെടുത്തണം. അദ്ദേഹം ഇതിൽ പെട്ടു തന്നെയാണ്. അദ്ദേഹം ഉണ്ടായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തലേന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദ്യം ചോദിച്ച അദ്ദേഹത്തന്മാര് ചോദ്യം തടുക്കാൻ കഴിവുള്ള ഒരുത്തരം ദുനിയാവിലുണ്ടാവും. ചോദിച്ചോ കുടുക്കിപ്പോയി. അപ്പോ ഏതായാലും ഞാൻ എല്ലാ ഉപദേശങ്ങളും തേടുന്നത് TPയുടെ അടുത്തുനിന്നും മറ്റുള്ള KNM നേതാക്കളുടെ അടുത്താണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് MES പേരിൽ ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും കേരള ജമാഅത്തുൽ ഉലമക്ക്